നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം.എ. ഷഹനാസും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള പോര് കടുക്കുകയാണ്. തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുവെന്നും 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഷഹനാസിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇപ്പോൾ ഷഹനാസിന് നോട്ടീസും അയച്ചിരിക്കുകയാണ് രാഹുലിന്റെ അഭിഭാഷകൻ. ഇതോടുകൂടി ഇരുവരും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് നിയമ നടപടിയുമായി താൻ മുൻപോട്ട് പോകുമെന്ന് തന്നെയുള്ള പ്രഖ്യാപനമാണ്, ഒരു യുദ്ധപ്രഖ്യാപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആർമി, സൈബർ ആർമി എം.എ. ഷഹനാസിനെ പൊളിച്ചടുക്കിക്കൊണ്ട് സൈബറിടം കത്തിക്കുകയുമാണ്. എന്നാൽ ഇതിന് മറുപടിയുമായിട്ട് തനിക്കൊരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി എം.എ. ഷഹനാസ് മറുപടി എന്നോണം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഒരു മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഷഹനാസ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ കുറിച്ചിരിക്കുന്നത് എണ്ണിക്കൊണ്ടിരിക്കുന്നു, കോടികളല്ല പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമിളകൾ എന്ന് പറഞ്ഞ് കുമിള പറത്തുന്ന വീഡിയോയാണ് ഷഹനാസ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇന്നലെ നീ ആരായിരുന്നു, ഇന്ന് നീ ആരാണ്, ഒക്കെ പോട്ടെ, മറ്റന്നാൾ നീ ആരാണാവോ, എന്തൊക്കെയായിരുന്നു വ്യാജ കാർഡായിട്ട് വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു, എന്നിട്ടിപ്പോൾ എന്തായി, ശവനായി പവനായി എന്നാണ് കുറിച്ചിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉണ്ട് എന്നും അതിൽ കുറിക്കുന്നുണ്ട്. അതായത് എന്ത് വെല്ലുവിളി വേണമെങ്കിലും നടത്തിക്കൊള്ളൂ, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, ഈ കോഴിക്കോട് തന്നെയുണ്ട്, കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉണ്ടെന്നാണ് എം.എ. ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റിന് താഴെ എം.എ. ഷഹനാസിനെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് പലരും കമന്റുകൾ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ വ്യാജ IAS, ഇന്ന് വ്യാജ എഴുത്തുകാരി, മറ്റന്നാൾ വെറും ജയിൽ പുള്ളി. അങ്ങനെയാണ് ഒരാൾ ഇപ്പോൾ എം.എ. ഷഹനാസിന് മറുപടി കൊടുത്തിരിക്കുന്നത്. മറ്റന്നാൾ ചിലപ്പോൾ IAS ഓഫീസർ ആകാൻ സാധ്യതയുണ്ട് എന്ന് ഷഹനാസിനെ പരിഹസിച്ചുകൊണ്ടാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത്. ഇനി കുമിള പറപ്പിക്കാം, അതിനെ വഴിയുള്ളൂ എന്നും മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവരും പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷഹനാസ് പങ്കുവച്ച പോസ്റ്റിന് താഴെയാകട്ടെ ഷഹനാസിനാണ് തെറിവിളി കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അവരെ പിന്തുണച്ചാരും സംസാരിക്കുന്നതുമില്ല. താത്തയുടെ കരച്ചിൽ എപ്പോഴാണ് തീരുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. IAS എപ്പോഴാണ് കിട്ടുന്നത്, എന്നിട്ട് ഒരു ചടങ്ങ് നടത്തണേ എന്നും പലര് ഇപ്പോൾ ഇവരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് കമന്റുകൾ പങ്കുവയ്ക്കുന്നത്. ഇരുവരും തമ്മിലുള്ള പോര് ഇപ്പോൾ ഇരുവരുടെയും സൈബർ ഗ്രൂപ്പ് കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഷഹനാസിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുമുണ്ട്, എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയൊരു ആർമിയുമുണ്ട്. ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് സൈബർ ഇടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമ്പോൾ അത് ചില മറുപടികൾ തനിക്കെതിരെ തിരിഞ്ഞവർക്ക് തരാനുണ്ട് എന്നുള്ള ഒരു നീക്കവും കൂടിയാണ് രാഹുൽ നടത്തുന്നത്. എം.എ. ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ല. 100 പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്നും നഷ്ടപരിഹാര തുക ഇതിനായി ചെലവഴിക്കുമെന്നും രാഹുൽ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ 10 കോടി ആവശ്യപ്പെട്ടതിനുള്ള മറുപടിയായിട്ടാണ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, കോടികളല്ല പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമിളകൾ എന്നാണ് ഷഹനാസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് രാഹുലിന്റെ ഈ വെല്ലുവിളികൾ, ഉമ്മാക്കി കാണിക്കലൊക്കെ വെറും കുമിളയുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഷഹനാസ് പറയുന്നത്. എന്നാൽ കാത്തിരിക്കാം, കണ്ടറിയാം, കുമിളയാണോ അതോ മല പോലെയാണോ ഇടുത്തി പോലെയാണോ ഷഹനാസിന്റെ തലയ്ക്ക് മീതെ വീഴാൻ പോകുന്നത് എന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. 24 ന്യൂസ് ചാനലിലെ ഹാഷ്മി താജ് ഇബ്രാഹിമുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഷഹനാസിനെ എടുത്തിട്ട് കുടയുന്ന ചില കാര്യങ്ങളൊക്കെ തുറന്നടിച്ചു പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിന് ശേഷമായിരുന്നു രാഹുലിനെതിരെ വെല്ലുവിളിയുമായിട്ട് ഷഹനാസ് രംഗത്തേക്ക് വരുന്നത്. അതായത് ഞാനുമായിട്ട് ഒരു തുറന്ന സംവാദത്തിന് രാഹുൽ തയ്യാറാണോ, ധൈര്യമുണ്ടെങ്കിൽ വരൂ എന്നായിരുന്നു. രാഹുലിന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണെന്നും എനിക്ക് അഴിഞ്ഞു വീഴാൻ ഒന്നുമില്ല, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് പറഞ്ഞാലും എനിക്കതിൽ അഴിഞ്ഞു വീഴാൻ ഒന്നുമില്ല എന്നൊക്കെയായിരുന്നു എം.എ. ഷഹനാസ് വെല്ലുവിളിച്ചത്. ഇതിന് രാഹുൽ പക്ഷേ മറുപടി കൊടുത്തില്ല. രാഹുലിന്റെ ആർമി മറുപടി കൊടുത്തു. എല്ലാവർക്കുമുള്ള മറുപടി ഉടൻ തന്നെ രാഹുൽ തരും, അത് ഇരിപ്പതായിരിക്കുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആർമി പൊട്ടിച്ചത്. അതിനുശേഷമാണ് കൃത്യം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടിയുമായിട്ട് ഷഹനാസിന്റെ കാര്യത്തിൽ തിരിഞ്ഞിരിക്കുന്നത്. ഷഹനാസിന്റെ കാര്യത്തിൽ മാത്രമാണോ, ഇനി നടി റിനിയുടെ കാര്യത്തിലും ഈ നിയമ നടപടിയുമായിട്ട് രാഹുൽ മുൻപോട്ട് പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം രാഹുലിനെതിരെ അതിരൂക്ഷമായ
ഗുരുതരമായ ആരോപണങ്ങളുമായിട്ട് രംഗത്തുണ്ടായിരുന്നത് രണ്ടുപേരാണ്. ആ രണ്ടുപേരിൽ ഒന്ന് ഷഹനാസും മറ്റൊന്ന് റിനിയുമായിരുന്നു. എന്നാൽ ഹാഷ്മിയുമായിട്ടുള്ള ഇന്റർവ്യൂ പുറത്തു വന്നതിന് പിന്നാലെ റിനി ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. രാഹുൽ പലതും വെട്ടി തുറന്ന് പറയാനും തെളിവുകൾ പുറത്തേക്ക് വിടാനും തയ്യാറായതോടെയാണ് റിനി ഓടിത്തള്ളിയത്. അപ്പോഴും രാഹുലിനെ വെല്ലുവിളിച്ച് നിന്നത് ഷഹനാസ് ആയിരുന്നു. പക്ഷേ ഷഹനാസിൻ്റെയും തനിനിറം ഏകദേശം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം IAS കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷഹനാസ് കാണിച്ച കാട്ടായം ഉൾപ്പെടെ അതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിരുന്നു. ഇതോടുകൂടി ഷഹനാസിൻ്റെ ക്രെഡിബിലിറ്റിയും ഏതാണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയാകട്ടെ ഇരുവരും തമ്മിലുള്ള ഈ പോരിൽ ഇടപെടാൻ പോലും തയ്യാറായിട്ടില്ല. അതായത് രണ്ടുപേരും ഒരു പാർട്ടിക്കാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷഹനാസും കോൺഗ്രസിലുള്ളവരാണ്. എങ്കിൽ പോലും ഇരുവരും തമ്മിലുള്ള ഈ ഒരു പോരിൽ ഇടപെടാൻ കോൺഗ്രസ്സുകാർ ആരും തന്നെ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ ആ ചോദ്യമായിട്ട് മുൻപോട്ട് വരുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ പോലും തയ്യാറല്ലാതെ നേതാക്കൾ ഇപ്പോൾ തടി തപ്പുകയാണ്. അതായത് ഇരുവരും തമ്മിലുള്ളത് അവർ തമ്മിൽ തീർക്കട്ടെ എന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിലേക്കൊന്നും പാർട്ടി കടക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം. ഹാഷ്മിയുമായുള്ള രാഹുലിന്റെ ഇന്റർവ്യൂ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി MA ഷഹനാസും ചിലതൊക്കെ വിളിച്ചു പറഞ്ഞത്. ഈ വിളിച്ചു പറഞ്ഞ കൂട്ടത്തിലാണ് തന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന ചില പ്രസ്താവനകൾ ഈ പറയുന്ന ഷഹനാസ് നടത്തിയെന്നും 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഇപ്പോൾ നിയമ നടപടിയിലേക്ക് രാഹുൽ ഇറങ്ങിയിരിക്കുന്നത്. MA ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും നിയമ നടപടിയുമായി താൻ ശക്തമായി തന്നെ മുൻപോട്ട് പോകുകയാണെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇതുവരെ എൻ്റെ മെക്കിട്ട് കയറി, ഇനി ഞാൻ പറഞ്ഞു തുടങ്ങുന്നു എന്ന ലൈനിലാണ് രാഹുൽ. കോൺഗ്രസ് വനിതാ നേതാവാണ് ഷഹനാസ്. ആ പരിഗണന പോലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്ന് മാങ്കൂട്ടം കട്ടായം പറയുമ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മാനനഷ്ട കേസിൽ നിന്ന് രാഹുൽ പിന്മാറില്ല എന്നുള്ളതും വ്യക്തമാകുകയാണ്. ഹാഷ്മിയുമായി ഉണ്ടായ അഭിമുഖത്തിൽ രാഹുൽ പറയുന്നുണ്ട്, എനിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഷഹനാസ് അത് പുറത്തുവിടട്ടെ. 2020 തന്നെ ഞാൻ വൃത്തികെട്ട ഒരുത്തനാണെന്ന് ബോധ്യപ്പെട്ടുവെങ്കിൽ അവരെന്നെ എന്തിനാണ് 2024 ദുബായിലേക്ക് വിളിച്ചത്? ഇതോടെയാണ് മറുപടി പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഷഹനാസ് എത്തിയത്. തുടർന്ന് രാഹുലിനെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഷഹനാസ് വാർത്താ സമ്മേളനം നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതമാർക്കും അതുപോലെ തന്നെ പല ആരോപണങ്ങളുമായി ഉന്നയിച്ച് രംഗത്തേക്ക് വന്നവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിയമം മുഴുവൻ രാഹുലിന് അനുകൂലമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോപണം ഉന്നയിച്ചവർക്ക് മുട്ടൻ പണി കിട്ടുമെന്നാണ് നിയമ വിദഗ്ധരും പറയുന്നത്. കോടതി പരാമർശങ്ങളൊക്കെ രാഹുലിന് അനുകൂലമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഹൈക്കോടതി പറഞ്ഞത് അവിവാഹിതനായ ഒരാൾക്ക് ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിയമപരമായി അതെങ്ങനെ തെറ്റാകും എന്നായിരുന്നു. കൂടാതെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി വാദത്തിനെടുത്ത സുപ്രീം കോടതി പറഞ്ഞു വെച്ചത് ഇതുപോലുള്ള കേസുകളും കൊണ്ട് കോടതിയിലേക്ക് വന്നേക്കരുതെന്നാണ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സൗഹൃദം ഉണ്ടായിരിക്കുമ്പോൾ ലൈംഗിക ബന്ധം നടന്നാൽ പിന്നെ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതിയും കൊണ്ട് വന്ന് കോടതികളുടെയും ഭരണകൂടങ്ങളുടെയും പോലീസിന്റെയും സമയം മെനക്കെടുത്തരുത് എന്നാണ്. ഇത് ഫേക്ക് അതിജീവിതകൾക്ക് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് രാഹുൽ കേസിൽ 1ഉം 3ഉം പരാതിക്കാരികളുടെ മൊഴിയിലുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ്. അതും വിവാഹം കഴിച്ചവരാണ് ഈ 2 സ്ത്രീകളും. രാഹുൽ ഈ കേസുകളിൽ നിന്ന് കൂളായി ഊരിപ്പോരുമെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത്. എന്തായാലും അതിജീവിതകൾക്കും പരാതിക്കാരികൾക്കുമെല്ലാം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. MA ഷഹനാസിനാകട്ടെ അടിയുടെ മേൽ അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലതും രാഹുൽ വിളിച്ചു പറയുകയും ചെയ്തു, ഇപ്പോൾ കേസ് കൊടുക്കുകയും ചെയ്തു. നഷ്ടപരിഹാരം 10 കോടിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഷഹനാസിന്റെ കുടുംബത്തോട്ട് ഇൻഡാസ് വന്നതോടുകൂടി താത്തയൊന്ന് വിറച്ചിട്ടുണ്ടെന്നാണ് രാഹുലിന്റെ ആർമി ഇപ്പോൾ വലിയ വെടി പൊട്ടിക്കുന്നത്. ഇത് മാത്രമല്ല, MA ഷഹനാസിന് നേരെ വലിയ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.